Christmas all and welcome to my another vlog. അപ്പോൾ ദാ ഇന്ന് ക്രിസ്മസ് 25th ഡിസംബർ. യെസ്, അപ്പോൾ എല്ലാവരും രാവിലെ ഇങ്ങനെ ബിസി ആയിരിക്കുമല്ലോ, അപ്പം കറി ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ. പക്ഷെ ഇന്ന് രാവിലത്തെ ടൈമിൽ ഞങ്ങൾ ഇച്ചിരി ഫ്രീ ആണ്. ഞങ്ങളെ പേഴ്സണലായിട്ട് അറിയാവുന്നവർക്കറിയാം, ഞങ്ങളുടെ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ഒരു മലയാളി ഫാമിലിയാണ്. അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവരാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. ഉച്ചക്കത്തെ ഭക്ഷണം ഞങ്ങളുടെ ഇവിടെയാണ് ഞങ്ങൾ ഒരുക്കുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ ഞങ്ങൾക്ക് കുറച്ച് ഫ്രീ ടൈമൊക്കെ കിട്ടുന്നുണ്ട്. ബട്ട് ഫ്രീ ടൈം എന്ന് പറഞ്ഞാൽ കുക്കിംഗ് ഇല്ലെന്നേ ഉള്ളൂ കേട്ടോ. കുഞ്ഞിൻ്റെ കുറുക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ട്, എൻ്റെ തൊട്ടടുത്ത് എൻ്റെ വേറെ ഒരു ഫ്രണ്ടുണ്ട്, മലയാളിയല്ല, കർണാടകയാണ് അവർ. അവരാണെങ്കിലും രാവിലെ തന്നെ വന്നു. കുറച്ച് ഹോം മെയ്ഡ് സ്നാക്സ് ഒക്കെ ആയിട്ടാണ് ഇന്ന് രാവിലെ വന്നത്. ഈ വർഷത്തെ ക്രിസ്മസ് ഒരു സ്പെഷ്യൽ തന്നെയാണ് കേട്ടോ. എനിക്ക് ഈ ഒരാഴ്ചയും കൊണ്ട് എനിക്ക് ഒരുപാട് ഗിഫ്റ്റ്സ്, അതും സർപ്രൈസായിട്ട് ഒരുപാട് ഗിഫ്റ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. 2025 ക്രിസ്മസ് ഈസ് സംതിങ് സ്പെഷ്യൽ ടു മീ നൗ. അത് ഒരു സ്പെഷ്യൽ ഫീലിംഗ് തന്നെയാണ്. ബിക്കോസ് നമ്മൾ ഫാമിലിയിൽ നിന്നൊക്കെ മാറി നിന്ന് നമ്മളിങ്ങോട്ടൊരു വേറെ ഒരു രാജ്യത്തോട്ട് വരുമ്പം നമ്മുടെ ഒരു ആവശ്യത്തിനൊക്കെ നമ്മുടെ ചുറ്റുവട്ടമുള്ള ആൾക്കാർ തന്നെയാണല്ലോ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതും അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ വെളിയിൽ അല്ല പ്രവാസിക്കാർക്കൊക്കെ മനസ്സിലാവുന്നുള്ള കാര്യം തന്നെയാണ്. അപ്പം ഇങ്ങനെയുള്ള സ്പെഷ്യൽ ഒക്കേഷൻസിലൊക്കെ അവർ നമ്മളെയും കൂടെ ഓർക്കുക, നമുക്ക് വേണ്ടി ഗിഫ്റ്റ്സൊക്കെ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു ഡിഫറെൻറ്റ് ഫീലിംഗ് തന്നെ. എനിക്കിതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ്, ഭയങ്കര എക്സൈറ്റ്മെൻറ്റും തരുന്ന ഒരു കാര്യമാണ് കേട്ടോ. എനിവേ, ഒരുപാട് ഇമോഷണലൊന്നും ആവുന്നില്ല. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇനി അപ്പുറത്തോട്ട് പോവാം. ഷിട്ടു നിച്ചു എല്ലാവരും അപ്പുറത്തോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനും കൂടെ പോട്ടെ. അപ്പോൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അപ്പുറത്തോട്ട് പോവാം. ഇതാണ് അവരുടെ വീട്, ഇത് ഞങ്ങളുടെ വീട്. ഫുഡ് റെഡി. ഇത് ക്യാരറ്റ് കേക്ക്. ക്യാരറ്റ് എനിക്ക് ഇഷ്ടം. ഇതെന്റെയാ. ഇങ്ങനെ മുക്കട്ടുണ്ട്. ഫുഡ് എടുത്തിട്ടില്ലെന്ന് പറയണ്ട, മുക്കണം. ആദ്യം നമ്മളിങ്ങനെ മുക്കിയെടുക്കണം. മുക്കിട്ട് കൊള്ളത്തില്ല. അവളാരും എടുത്തില്ല അതിനകത്ത്. ഫ്രീ പ്രൊമോഷൻ. യെസ്, ആർക്കെങ്കിലും കേക്ക് ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ. ഞാൻ ടുഡേസ് ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പം എന്ത് കറിയാ? ബീഫ് സ്റ്റൂ. അങ്കിൾ കഴിക്കുന്നല്ലേ? ഫുഡ് എങ്ങനെയുണ്ട്? നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്കി നിച്ചു. ആണോ? അപ്പോൾ അങ്ങനെ രാവിലത്തെ ഭക്ഷണം എല്ലാം കഴിഞ്ഞ് ഉച്ചയായി. ഉച്ചക്കത്തെ ഞങ്ങളുടെ ഭക്ഷണം റെഡിയായി. ഇന്നത്തെ സ്പെഷ്യൽ നെയ്ച്ചോർ ആൻഡ് ബീഫ് കറിയാണ്. ആക്ച്വലി ഇത് ഞാൻ എൻ്റെ ഓൺ വോയിസ് ഇടാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. ബട്ട് ഞങ്ങളുടെ വീട്ടിലെ ടി വിയിലെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് വരുന്നത് കൊണ്ട് തന്നെ ഞാൻ ഇതിന് വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു. കോപ്പിറൈറ്റ് ഇഷ്യൂ വരുമല്ലോ അതുകൊണ്ട്. അപ്പോൾ നെയ്ച്ചോറും ബീഫിൻ്റെയും കൂടെ കുറച്ച് സലാഡ്, നമ്മുടെ പപ്പടം, അച്ചാർ, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ട്. ഉച്ചക്കത്തെ ഭക്ഷണം എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ പിള്ളേരെ കുളിപ്പിച്ചത്. അപ്പം ഷിട്ടുവിനെ കുളിപ്പിച്ചത് കൊച്ചുവനാണ്. അപ്പം ഞാൻ അവളെ ഇടിപ്പിച്ച ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു ഗിഫ്റ്റ് കിട്ടിയൊരു ഡ്രസ്സായിരുന്നു. പക്ഷേ അത് ഭയങ്കര ലൂസും വലിയതുമാണ് അവൾക്ക്. അപ്പോൾ അത് ഇട്ടുകൊണ്ട് വന്നപ്പോൾ എല്ലാവരും കൂടെ അവളെ കളിയാക്കുന്ന സീനാണ് ഈ കാണുന്നത്. ഇതിന് ഞാൻ വോയിസ് ഓവർ കൊടുക്കാതെ ഓൺ വോയിസ് കൊടുക്കാമെന്നായിരുന്നു വിചാരിച്ചത്. ബട്ട് നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉള്ളത് കൊണ്ട് തന്നെ ഞാനത് കട്ട് ചെയ്തു. ആക്ച്വലി അത് ഓൺ വോയിസിൽ കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു.
ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ക്രിസ്മസ് ടേബിൾ സെറ്റ് ചെയ്യാനൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. ആക്ച്വലി അങ്ങനെ വലിയ ഗ്രാൻഡായിട്ടൊന്നും സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലായിരുന്നു. അത് ഒരുക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു വന്നാൽ കുറച്ചും കൂടെ ഒന്ന് ഭംഗിയാക്കാമായിരുന്നെന്ന്. ബട്ട് അതിനുള്ള സംഭവങ്ങളൊന്നും ഞങ്ങൾ വാങ്ങിച്ചില്ല. കുറച്ച് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന സംഭവം വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തൊരു ക്രിസ്മസ് ടേബിളൊക്കെ സെറ്റ് ചെയ്തു. അതിന് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത് ടുട്ടു മിന്നുവാണ്. ഇങ്ങനെ ഇരിക്കട്ടെ അല്ലേ? ഇനി എന്തോ എല്ലാം വിളമ്പിക്കൊണ്ട് പാത്രത്തിൽ വെക്കാം. എന്താ വെക്കാനാ? മതി. വൈൻ വെക്ക്. വൈനും കള്ള് മേടിച്ചാൽ. അപ്പോൾ അതാ ക്രിസ്മസ് ടേബിൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആദ്യ ചുവട് വെപ്പിച്ചത് ഞങ്ങൾ വൈനും വെച്ചിട്ടാണ്. ആക്ച്വലി ഇതൊരു വൈനല്ല, മുൾഡ് ഫ്രഞ്ച് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ബട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇത് എല്ലാ ഫ്രൂട്ട്സും കൂടെ അവരെന്തോ പഞ്ച് ചെയ്ത് സംഭവം പിരിഞ്ഞുണ്ടാക്കിയ എന്തോ സംഭവമാണിത്. ബട്ട് വൈനിനെക്കാട്ടിലും അടിപൊളിയാണ്. എനിക്ക് UK പൊതുവേ എനിക്ക് വൈനിനോട് വലിയ താല്പര്യമില്ല. നമ്മുടെ നാട്ടിലത്തെ ഒരു ടേസ്റ്റേ അല്ല ഇവിടുത്തെ വൈനിനൊന്നും. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ്. എനിക്ക് ഇതുവരെ ഒരു നല്ല വൈൻ എനിക്ക് എവിടെ നിന്നും കിട്ടിയിട്ടില്ല. ആകെ ഒരു പ്രാവശ്യം മാത്രമേ ഞാൻ ഒരു വൈൻ ടേസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അത് ഓൺലൈനിൽ നിന്ന് മേടിച്ച് മാർട്ടിനി ബ്രാൻഡ് എന്നും പറഞ്ഞൊരു കമ്പനിയുടെയാണ്. ഇതൊരു പ്രൊമോഷനൊന്നുമല്ല, ബട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാനൊരു ജെന്യൂൻ ആൻസർ തന്നേ ഉള്ളൂ. ബട്ട് ഈ ഒരു സംഭവം മുൾഡ് പഞ്ച് എന്ന് പറയുന്ന ഒരു സംഭവം ഭയങ്കര ടേസ്റ്റിയാണ്. നല്ലൊരു സ്പ്രിംഗ് വാട്ടറൊക്കെ ഇട്ടിട്ടുള്ളതാണ്. അത് എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ അടുത്തതായിട്ട് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. ക്രിസ്മസിന് പ്ലം കേക്ക് ഇല്ലാതെ എന്ത് ക്രിസ്മസ് അല്ലേ? ഈ കേക്കും ആ മൈൽഡ് പഞ്ചിനകത്തോട്ട് മുക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഞങ്ങൾ ക്രിസ്മസ് ടേബിൾ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓരോരോ സാധനങ്ങൾ ടേബിളിലോട്ട് കൊണ്ടുവച്ച് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് ഞങ്ങളുടെ ക്രിസ്മസ് ഡെക്കോർ ഐറ്റംസ് ഞങ്ങൾ വീട്ടിൽ വെച്ചേക്കുന്നതിൻ്റെ ക്ലിപ്സാണ്. ആക്ച്വലി നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അലക്സയിൽ നല്ല ക്രിസ്മസ് വൈബിൻ്റെ ഒരു പാട്ടൊക്കെ വെച്ചിട്ട് വീട് മൊത്തത്തിൽ ഫുള്ള് അങ്ങ് ക്രിസ്മസ് ഓളം ആക്കി മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ച്. ആക്ച്വലി ഇത് റിയൽ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ കേൾക്കാൻ പറ്റുമായിരുന്നെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ക്ലിപ്സായി മാറിയനെ. എന്തായാലും നല്ലൊരു ക്രിസ്മസ് വൈബായിട്ടുണ്ട് വീട് ഫുള്ള്. നല്ലപോലെ എൻജോയ് ചെയ്തു. വയറ് നിറയെ ഫുഡും കഴിച്ച് ചില്ലായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു. അപ്പോൾ ഇനി റെഡിയാക്കി വെച്ച് ഫുഡൊക്കെ പരിചയപ്പെടുത്താം. സ്റ്റാർട്ടറായിട്ട് നമുക്ക് കേക്ക് ആൻഡ് വൈൻ. മെയിൻ മീൽ തുറക്കും. നെയ്ച്ചോറ്, ബീഫ് കറി, പപ്പടം, സാലഡ്, അച്ചാറടിച്ചു. ഓക്കെ, സ്വീറ്റ്സിൽ അല്ലെങ്കിൽ ഡെസേർട്ടിൽ നമുക്ക് ചോക്ലേറ്റ് കഴിക്കാം. അപ്പോൾ കൊച്ചിനാണ് വൈനൊക്കെ ഓപ്പൺ ചെയ്ത് എല്ലാവർക്കും സെർവ് ചെയ്യുന്നത്. ഇത് ആക്ച്വലി വൈനല്ല, മുൾഡ് പഞ്ചോ ഫ്രൂട്ട് പഞ്ചോ അങ്ങനെ ഏതാണ്ട് ഒരു സംഭവമാണ്. ആക്ച്വലി ഇത് ഞങ്ങൾ വായിച്ചില്ല. വൈനാന്നും പറഞ്ഞുകൊണ്ടാണ് മേടിച്ചതും പൊട്ടിച്ചതും സെർവ് ചെയ്തതും എല്ലാം. ബട്ട് കുടിച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ്, പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് വായിച്ചത്. അപ്പോഴാണ് മനസ്സിലായത് വൈനല്ല സംഭവം. ബട്ട് നമുക്ക് ക്രിസ്മസിനും ന്യൂ ഇയറിനും ഈസ്റ്ററിനും ഒക്കെ പറ്റിയ ഒരു സാധനം തന്നെയാണ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ട്രൈ ചെയ്തത്. വേറെ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടാവാം, അതെനിക്കറിയത്തില്ല. ഇത് വൈനാണെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വൈൻ ഗ്ലാസ്സിനകത്തൊക്കെ സെർവ് ചെയ്തത്. പക്ഷേ എന്തായാലും ക്രിസ്മസിന് പറ്റിയൊരു ഐറ്റം തന്നെയാണ്. ഗിഫ്റ്റായിട്ടൊക്കെ ആണെങ്കിലും മറ്റുള്ളവർക്ക് കൊടുക്കാനും നല്ല അടിപൊളിയാണ്. ആരും ഒരു മോശം അഭിപ്രായം പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല അടിപൊളിയൊരു സംഭവം തന്നെയായിരുന്നു. അപ്പോൾ ഈ ഒരു സംഭവത്തിനകത്ത് നമ്മുടെ പ്ലം കേക്കും കൂടെ മുക്കി കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു വേറെ ഒരു ഫീല് തന്നെയാണ്. നമ്മുടെ നോർമൽ വൈനിനകത്ത്, അത് ഇവിടുത്തെ വൈനിൻ്റെ ടേസ്റ്റ് ആയിരിക്കും, എനിക്കറിയത്തില്ല. എനിക്ക് ഇവിടുത്തെ വൈൻ അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ബട്ട് ഇതിനകത്ത് നമ്മൾ കേക്ക് മുക്കി കഴിക്കുമ്പോൾ നല്ലൊരു അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ കുഞ്ഞിന് പാല് കൊടുക്കാൻ പോയതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാവരുടെയും കൂടി ഇരുന്ന് വൈൻ എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ തിരിച്ച് വന്നതിന് ശേഷം കൊച്ചനാണ് എനിക്കത് സെർവ് ചെയ്ത് തന്നത്. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ ഫുഡൊക്കെ വിളമ്പി കഴിച്ച് ചില്ലായിട്ട് ഇരുന്നു. ഒരു സെക്കൻഡ് ഓടി വന്ന് ചൂടെടുത്തോണ്ട് പോയി. നോക്കുന്ന കൊച്ചി ഇവിടെ വന്ന അപ്പനെ കൊണ്ട് ശേഷം ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഈ പരിപാടി ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് ഞങ്ങൾ അവസാനിപ്പിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക് ഇറ്റ് ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്.
അപ്പോൾ until next video, bye bye, take care. We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. The tidings we bring to you and your kin. We wish you a Merry Christmas and a Happy New Year. Now bring us some figgy pudding. Now bring us some figgy pudding. Now bring us some figgy pudding and bring it out here. The tidings we bring to you and your kin. We wish you a Merry Christmas and a Happy New Year. For we all like figgy pudding. For we all like figgy pudding. For we all like figgy pudding. So bring it out here. The tidings we bring to you and your kin. We wish you a Merry Christmas and a Happy New Year. We won't go until we get some. We won't go until we get some. We won't go until we get some. So bring